ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം. നമ്മൾ സാധാരണ പഴംപുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, നമ്മുടെ മത്തങ്ങ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, കുമ്പളങ്ങ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, വെള്ളരിക്ക കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം ആരും ഉണ്ടാക്കാത്ത ഒരു റെസിപ്പിയാണ് നമ്മുടെ ക്യാരറ്റ് പുളിശ്ശേരി. ക്യാരറ്റിന് മധുരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പുറകോട്ടൊന്ന് മാറ്റി വയ്ക്കുന്ന ഒരു വെജിറ്റബിളാണ്. പക്ഷേ ആ മധുരമുള്ള ക്യാരറ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ല മധുരമുള്ള അല്ല, ചെറിയൊരു മധുരമുള്ള ക്യാരറ്റ് പുളിശ്ശേരി തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഓണം റെസിപ്പികളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ എല്ലാ വർഷവും ഓണത്തിന് പഴംപുളിശ്ശേരി അല്ലെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഈ പ്രാവശ്യം ക്യാരറ്റ് പുളിശ്ശേരി ആവട്ടെ, അല്ലാതെ വേറെ റെസിപ്പികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് മുഴുവനും എടുക്കണ്ട കേട്ടോ. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ ബാക്കി ഒരു ഹാഫ് മാറ്റി വെച്ചേക്കും നമുക്ക് അടുത്ത റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ കുറച്ച് മാറ്റി വെച്ച വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് ഞാൻ അടുത്ത വേറൊരു റെസിപ്പി പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുളിശ്ശേരി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ 1.25 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1.25 മുതൽ 1.5 വരെ എടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം കറി വേണം എന്നുള്ളതനുസരിച്ച് തൈരിൻ്റെ അളവ് തീരുമാനിക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ വേപ്പില. ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ക്യാരറ്റ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ 2 ആക്കിയിട്ട് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യുക. ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് വലിയ പീസ് വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കുക. 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ വേണ്ടത്. അപ്പോൾ ക്യാരറ്റ് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്യാനായിട്ട് ഒരു 1.25 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കുറുകെ കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നീളം കൂടിയ മുളകായതുകൊണ്ട് ഞാനൊന്ന് കുറുകയും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ക്യാരറ്റ് ഒന്ന് ഹാഫ് കുക്ക് ആകുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മളിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ്. ആ തൈരൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് ഉടഞ്ഞു പോരുത്, വെള്ളം ചേർക്കേണ്ട. നമ്മൾ ആ തൈര് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്ത് വയ്ക്കട്ടെ. നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് പകുതി കുക്കായപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരപ്പൊന്ന് കുക്കായി വരണം. ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അരപ്പ് തിളച്ചു പോകരുത്, പക്ഷെ നന്നായിട്ട് കുക്കായി നന്നായി ആവി വരുന്ന അത്രയും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് 1-2 പച്ചമുളകും കൂടി സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അരപ്പിൽ നിന്ന് ആവി വരുന്നത് കാണാൻ പറ്റും. നന്നായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പുളിശ്ശേരിക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ശർക്കര ചേർക്കരുത് കേട്ടോ. പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും. പക്ഷേ ക്യാരറ്റിന് മധുരം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും മധുരം ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത് ഓപ്ഷനിലാണ്. ഈ ഒരു ക്യാരറ്റ് പുളിശ്ശേരി ആകുമ്പോൾ നമുക്ക് മധുരം ചേർക്കണം എന്നില്ല, ചെറിയൊരു മധുരം ഉണ്ടാവും. പിന്നെ തൈരിന് പുളി കൂടുതലാണെങ്കിൽ മധുരം ചേർക്കണം കേട്ടോ. അത് തൈരിൻ്റെ പുളി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മധുരം ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കണ്ടോ, കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇതുപോലെ ആവി വന്നുകൊണ്ടിരിക്കണം. തിളയ്ക്കാതിരിക്കാൻ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം.
അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് കുക്കായി ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് അപ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് ചൂടാവാനേ പാടുള്ളൂ, തിളക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് തന്നെ തൈര് വേഗം തിളയ്ക്കും. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ചൂടൊന്ന് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തൈരിന് പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് പുളിശ്ശേരി മധുരമുള്ളതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര ചേർക്കണ്ടെന്നല്ല പറഞ്ഞത്, ക്യാരറ്റ് ആയതുകൊണ്ട് പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ നല്ല കുറുകിയ ക്യാരറ്റ് പുളിശ്ശേരി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വറവിടണം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ വറുത്ത് പൊടിച്ചതാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മുടെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി ചേർത്താൽ മതി. നമ്മളിനി വറവിടുമ്പോൾ ഉലുവയൊക്കെ ചേർക്കുന്നതാണ്, അതുകൊണ്ടാണ് 2 പിഞ്ച് മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഉള്ളി എടുത്ത് വെച്ചിരുന്നത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചേർത്തിട്ട് വേണം വറവിടാൻ. ഇപ്പോൾ കാണുമ്പോൾ പുളിശ്ശേരി കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പുളിശ്ശേരിക്ക് ഭംഗി കൂട്ടാനുള്ള കാര്യവും കൂടി വറവിടുമ്പോൾ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി വറവിടാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് വേറെ പൊടികളും കൂടി ചേർക്കാനുള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. തൈരിന് കുറച്ച് പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തത്. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് നമുക്ക് 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മുടെ പുളിശ്ശേരി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. തിളയ്ക്കാതെ, ചട്ടിയുടെ ചൂടിൽ തിളയ്ക്കാതെ ഇരിക്കാനാണ് നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവപ്പൊടി ചേർത്താലും പുളിശ്ശേരിയിൽ ഉലുവ നിർബന്ധമാണ് കേട്ടോ വറവിടുമ്പോൾ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേണം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. ഉള്ളി വേഗം തന്നെ കുക്കായി വരും കേട്ടോ. നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഉള്ളി കുക്കായി വരും. അതുപോലെ വെളിച്ചെണ്ണയും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുക്കായി കിട്ടും എളുപ്പത്തിൽ. ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഇത്രയും ചേർത്തിട്ട് ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പുളിശ്ശേരിയൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ എടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിശ്ശേരിക്ക്. ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഏത് പുളിശ്ശേരി ആണെങ്കിലും, ഇപ്പോൾ നമ്മുടെ പഴം പുളിശ്ശേരി ആണെങ്കിലും അതുപോലെ തന്നെ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഏത് മോരുകറി ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചില കറികൾക്ക് എടുത്ത് പറയുന്നത് തലേ ദിവസം റെഡിയാക്കി വയ്ക്കുക, ചില കറികൾ രാവിലെ റെഡിയാക്കി വെച്ചിട്ട് കഴിക്കുക എന്നുള്ളതൊക്കെ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടി ചേർക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടി അല്ല ചേർക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്, എരിവിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് പുളിശ്ശേരിക്ക് എരിവ് കുറവാണെങ്കിൽ എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കളർ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസവും 3 ദിവസവും ഉപയോഗിക്കാനുള്ള കറി ഉണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി വിട്ടേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കുക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാൻ, ഇല്ലെങ്കിൽ മുളക് പൊടി വേഗം കരിഞ്ഞു പോകും. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നന്നായിട്ട് ഈ മുളക് പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറവ് നമ്മൾ പുളിശ്ശേരിയിലേക്ക് ചേർക്കുകയാണ്. ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ പുളിശ്ശേരി നല്ല സൂപ്പർ പുളിശ്ശേരി ആയിട്ട് മാറും. നല്ല ഭംഗിയുള്ള കളറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള പുളിശ്ശേരി ആയിക്കഴിഞ്ഞു. ഇത് കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും ഈ ഒരു റെസിപ്പി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.